ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹത്തിന്റെ പരേതരായ മാതാപിതാക്കൾക്കെതിരെയും അങ്ങേയറ്റം നീചവും വസ്തുതാവിരുദ്ധവുമായ ഭാഷയിൽ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസ് അറസ്റ്റിൽ. മഹിളാ മോർച്ച നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് ജാൻമണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ പോലീസ് ഔദ്യോഗികമായി നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ജാൻമണിയുടെ വിവാദമായ അധിക്ഷേപ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്ത മറ്റൊരാളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ രാജ്യത്തെ വൻ വിവാദമായ നീറ്റ് പരീക്ഷ ക്രമക്കേടിന്റെ ഭാഗമായി നടന്ന പ്രതിഷേധ സമരത്തെപ്പറ്റി മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് ജാൻമണി വിവാദത്തിന്റെ വിത്തുപാക്കിയ പരാമർശങ്ങൾ നടത്തിയത്. സമരത്തിൽ സജീവമായി പങ്കെടുത്ത ശേഷം കൊച്ചിയിൽ തിരിച്ചെത്തി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അന്തരിച്ച മാതാപിതാക്കളെയും തികച്ചും മ്ലേച്ഛമായ രീതിയിൽ അവഹേളിച്ചത്. 1947 മോദിയുടെ അച്ഛൻ മരിച്ചതെന്നും എന്നാൽ നരേന്ദ്രമോദി ജനിച്ചത് 1950 3 വർഷം അമ്മയ്ക്ക് ഗർഭധാരണം നടക്കില്ലല്ലോ എന്നൊക്കെയായിരുന്നു യാതൊരു ലജ്ജയുമില്ലാതെ ജാൻമണി ക്യാമറകൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പ്രചരിക്കുകയും വലിയ തോതിൽ ജനരോഷം ഉയരുകയും ചെയ്തതോടെയാണ് മഹിളാ മോർച്ച പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ തികച്ചും അടിസ്ഥാനരഹിതവും വ്യാജവുമായ കാര്യങ്ങളാണ് ജാൻമണി പൊതുസമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചത്. ക്യാൻസർ ബാധയെ തുടർന്ന് 1989 തന്റെ 74 വയസ്സിലാണ് നരേന്ദ്രമോദിയുടെ പിതാവ് ദാമോദർ ദാസ് മുൽചന്ദ് മോദി അന്തരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മാതാവ് ഹീരാബെൻ മോദി അത്യധികം ആദരിക്കപ്പെട്ട ജീവിതത്തിന് ശേഷം 2022 അന്തരിച്ചത്. വസ്തുതകളൊക്കെ ഇതായിരിക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പരേതരായ മാതാപിതാക്കളെ ചേർത്ത് അതീവ നികൃഷ്ടമായ ഭാഷയിൽ നടത്തിയ ഈ അധിക്ഷേപം ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പ്രധാനമന്ത്രിയെ വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ അന്തരിച്ച മാതാപിതാക്കളെയും അപമാനിക്കാൻ മനഃപൂർവ്വം മെനഞ്ഞെടുത്ത കഥയാണിതെന്ന വിമർശനം ശക്തമായതോടെയാണ് സംഭവം നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. സംഭവം വൻ വിവാദമായപ്പോൾ സൈബർ സെല്ലിൽ പരാതികൾ പ്രവഹിക്കുകയും ചെയ്തതോടെ തനിക്ക് വിദേശത്തു നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ കടുത്ത ഭീഷണിക്കോളുകൾ വരുന്നുണ്ടെന്ന് വ്യക്തമാക്കി ജാൻമണി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോയുമായി എത്തിയിരുന്നു. താൻ നടത്തിയ പരാമർശത്തിൽ പരസ്യമായി മാപ്പപേക്ഷിച്ചുകൊണ്ടായിരുന്നു ജാൻമണി എന്ന വീഡിയോ പങ്കുവച്ചത്. താൻ ഒരു തമാശയായി പറഞ്ഞതാണെന്നും തനിക്ക് ഭാഷാപരമായ ചില പരിമിതികളുണ്ടെന്നും ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നുമാണ് ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ ഇവർ അവകാശപ്പെട്ടത്. രാവിലെ മുതൽ ഭീഷണി സന്ദേശങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് സുഹൃത്തുക്കൾ വിളിച്ച് കാര്യത്തിന്റെ ഗൗരവം പറയുന്നതെന്നും തുടർന്ന് യൂട്യൂബിൽ നിന്നും മറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഈ വീഡിയോ നീക്കം ചെയ്യാൻ താൻ ശ്രമിച്ചുവെന്നും ജാൻമണി പറയുന്നുണ്ട്. തന്റെ കയ്യിൽ നിന്നും വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും ഗൂഗിളിൽ തിരഞ്ഞപ്പോഴാണ് താൻ പറഞ്ഞ വിവരങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതെന്നും ഇവർ പറഞ്ഞിരുന്നു. ഇതൊരു തമാശയായി കണ്ട് എല്ലാവരും ക്ഷണിക്കണമെന്നും അവർ വിശദീകരിച്ചു. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ പരേതരായ മാതാപിതാക്കളെയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ അധിക്ഷേപിച്ച ശേഷം വെറുമൊരു മാപ്പ് പറച്ചിലൂടെ രക്ഷപ്പെടാം എന്ന് കരുതിയെങ്കിൽ ജാൻമണിക്ക് തെറ്റി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തയിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും ജാൻമണിക്ക് പോലീസിന്റെ അടിയന്തര അറസ്റ്റ് നടപടി വലിയൊരു തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണ്.